കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഫോട്ടോസ് ചെയ്തിട്ട് പോകുമ്പോൾ നനയുമ്പോൾ പോകും കുളിക്കുമ്പോൾ പോകും കളറ് പോലും പോകത്തില്ല. എത്ര മാസമായി ഫോട്ടോസ് ചെയ്തിട്ട് നമ്മൾ 5 months ആയി. നമുക്കും ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോ ആണ് ശരിക്കും വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ഇവിടുന്ന് എത്ര മാസം മുന്നേ ഫോട്ടോസ് ചെയ്തത്? 11 മാസം. നമ്മൾ 7 മാസം മുന്നേ നമ്മുടെ സലൂണിൽ തന്നെ വന്ന് ഫോട്ടോസ് ചെയ്തിട്ട് പോയാളല്ലേ. മുമ്പ് ചെയ്ത ട്രീറ്റ്മെന്റ് ബൊട്ടോക്സ് ആയിരുന്നില്ലേ ചെയ്തത്? നമ്മളിവിടെ തന്നെയല്ലേ ചെയ്തത്? ഇത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തല്ലേ? 1 year ആയി ചെയ്തിട്ട്. ഇപ്പോ റൂട്ട് വളർന്ന് എത്ര ആയിട്ടുണ്ട്? എങ്ങനെ ഉണ്ടായിരുന്നു ആഫ്റ്റർ ബൊട്ടോക്സ്? മുടി കൊഴിച്ചിൽ നിന്നു. മുടി പിന്നെ മുടി എങ്ങനെ കൊഴിച്ചിൽ നിന്നു? മുടി പൊട്ടൽ നിന്നോ അതോ സ്കാൽപ്പിൽ നിന്നുള്ള കൊഴിച്ചിലാണോ? എനിക്ക് സ്കാൽപ്പിൽ നിന്നും ഉണ്ടായിരുന്നു, പൊട്ടലും ഉണ്ടായിരുന്നു. പൊട്ടൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ? കൺട്രോൾ ചെയ്യാൻ പറ്റി. കാരണം കോംബ് ചെയ്യുന്ന സമയത്ത് മുടിയില്ല, ഒട്ടുമേ ഇല്ലായിരുന്നു. പൊഴിച്ചിൽ ഒട്ടും ഇല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് ചെയ്തത്? ചെയ്തേഷം എനിക്ക് നല്ല മാനേജ് ചെയ്യാനും കുഴപ്പമില്ല, നല്ലതായിട്ട് കിടക്കുന്നുണ്ട്, നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹെയർ ലോസ് കുറവുണ്ടോ? ഹെയർ പൊട്ടൽ കുറവുണ്ട്. ഹെയർ വളർച്ചയുണ്ടോ ബൊട്ടോക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നിന്ന്? എനിക്ക് വളർച്ച തോന്നുന്നുണ്ട്. എനിക്ക് ഇതുപോലെയല്ല ഞാൻ ഇവിടെ വന്നത്, അതുകൊണ്ട് സമയത്ത് ഇതുപോലെ അല്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം വോളിയം ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി? ആഫ്റ്റർ കെയർ കറക്റ്റ് ഇവിടെ നിന്നുള്ള ഷാമ്പുവും കണ്ടീഷണറും തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഷൈനിങ് ഉണ്ട് ഹെയറിൽ. എന്നോട് അന്ന് പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ അത്രയും കെയർ ആയിട്ട് ഞാൻ സൂക്ഷിച്ചു. പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻ ആണ് ഫോളോ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് ഇത്രയും എല്ലാവർക്കും അതിശയമായിരുന്നു. കുറെ ആൾക്കാർ ചോദിക്കും, എല്ലാവരുടെ ഞാൻ പറയാറുണ്ട് 6 മാസം എന്നുള്ളത് ചിലപ്പോൾ 8 മാസം അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന പറയും. അപ്പൊ അതിന് ശരിക്കും ഒരു ഉദാഹരണം തന്നെ അല്ലേ? അതെ. ഒത്തിരി ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ കാണിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് കാണിക്കത്തില്ലേ? ഇനിയും ചെയ്തിട്ട് ഇതുപോലെ തന്നെ കെയർ ചെയ്തോ. നമുക്ക് എന്തായാലും വന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഒത്തിരി ഡിഫറെന്റ് നാഷണാലിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പൊ അവർക്കെല്ലാം ഭയങ്കര ഇംപ്രസ്ഡ് ആയി. കാരണം ഫേസ് പോലും ഭയങ്കര ചേഞ്ച് ആയി. എന്റെ ഫേസിന് സ്യൂട്ടായ കളറ് ആണെങ്കിലും ഡേ ബൈ ഡേ ചേഞ്ച് ആവുന്നില്ല, അതുപോലെ തന്നെ കിടക്കുന്നത്. ഈവൻ 5 months ആയിട്ടും ആ ടെക്സ്ചർ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഹാപ്പി അല്ലേ? ഹാപ്പി. ബൊട്ടോക്സിന്റെ ശരിക്കും ആത്മാർത്ഥമായ അഭിപ്രായം പറയാൻ കേട്ടെ. നല്ലതായിരുന്നു, ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മള് ഇവിടെ തന്നെയല്ലേ സ്മൂത്തനിങ് ചെയ്തതും എല്ലാം? ഏകദേശം 5 വർഷമായില്ലേ? 5 വർഷത്തോളാണുണ്ട്. നമ്മൾ സലൂണ് തുടങ്ങിയപ്പോൾ വന്ന ആളാണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ബൊട്ടോക്സ് ചെയ്തിട്ട് എക്സ്പീരിയൻസ്? ഹെയർ ഫോൾ ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. അത് ആദ്യം നന്നായിട്ട് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1 വർഷമായിട്ട് ഉള്ള ടെക്സ്ചറാണ് ഇപ്പോൾ ഈ ഉള്ളത്. കുറെ ആൾക്കാർ പറയുന്നത് ബൊട്ടോക്സ് ചെയ്തിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്, നിൽക്കുന്നില്ല എന്നൊക്കെ നമ്മളതും പറയാറുണ്ടില്ല എന്നല്ല. അപ്പോൾ ഇതാണ് 1 വർഷമായ ഹെയറിന്റെ കണ്ടീഷൻ. 1 വർഷം കഴിഞ്ഞ് ബൊട്ടോക്സ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിലാണ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബറിൽ ചെയ്തു. ബോട്ടോക്സ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്ര ദിവസം ബൊട്ടോക്സ് ചെയ്തു? 2 തൊട്ടുണ്ട് 2-3. ഇത് സെക്കൻഡ് ടൈം ആണല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആഫ്റ്റർ ബൊട്ടോക്സ് ഹെയർ മാനേജ് ചെയ്യാനൊക്കെ? ഓക്കെ, ഹാപ്പിയാണ് ബൊട്ടോക്സ് ചെയ്തിട്ട്? അപ്പൊ നല്ല ഫീഡ്ബാക്ക് ആണ് ബൊട്ടോക്സിനെ കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചും തന്നെയല്ലേ? അത് ഞാൻ പറയുന്നതാണ്. സർവീസ് നല്ല. സ്ഥലം എവിടെ? കാസർഗോഡാണ് സ്ഥിര താമസം. ഞാൻ ഹാപ്പിയാണ് കേട്ടോ, നല്ല രീതിയിൽ. കാരണം നല്ല ചേഞ്ച് ഉണ്ടായി. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ചോദിച്ചു എവിടെ ചെയ്തത്, ഇത്രയും കാലമായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ലേ എന്നുള്ള കമന്റ് ഒക്കെ പറഞ്ഞു. ഇത് ഫോളോ ചെയ്ത് പോകണേ, പഴയതിലോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലായിടത്തും പറയും, നമുക്ക് അടുത്ത് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടീഷൻ പോലെ ഇരിക്കും. നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും അടുത്ത് ചെയ്യുന്ന കണ്ടീഷൻ. ഒരിക്കലും നമ്മൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കും അടുത്ത് ചെയ്യുന്നത്. നമ്മൾ പുതിയ മുടി വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അടുത്ത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാം എങ്ങനെയുണ്ട് റിസൾട്ട് ഇപ്പോഴത്തെ? ഞാൻ എന്താ പറയാ, കഴിഞ്ഞ ദിവസത്തെ പോലെ. ഓക്കെ.